സത്യം പറയാൻ ഇവിടെ വരുമ്പോണ്ടല്ലോ ഈ നാത്തും തമ്മിലുള്ള സ്നേഹം കാണുമ്പോണ്ടല്ലോ സത്യത്തിൽ എനിക്ക് അസുഖം വരാറുണ്ട്. തങ്കോലില്ല പിന്നെ അതവർ കൊച്ചിലേ ഒരുമിച്ച് വളർന്നതല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവരവർ. ഇപ്പം ഞാനും ക്ലീറ്റും തമ്മിൽ വഴക്കുണ്ടാക്കിയാലും അവർ ഭയങ്കര ഒറ്റക്കെട്ട. നീ പറഞ്ഞിട്ടില്ലേ? എന്റെ പൊന്നിച്ച് ഞാൻ എന്ത് പറഞ്ഞെന്നാണ്? സാരിയുടെ കാര്യം നീ പറഞ്ഞോ ഇല്ലയോ? അയ്യോ ഞാനത് ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ ചേച്ചി. നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നാണം കെട്ടത് ഞാനല്ലേ? എന്ത് നാണം കെട്ടത്? ഇനി നിന്റെ ഒരു സാധനം മേടിക്കാതിരുന്നാ മതിയല്ലോ. ഞാൻ എന്റെ ഒരു സാധനം നീ എടുക്കാൻ വേണ്ട. ഇത് എന്തൊരു കഷ്ടമാണ്. കഷ്ടം തന്നെയാണ്. എന്തോടെ അവിടെ ചുമ്മാ എന്തടി? ഒന്നുമില്ല, ചുമ്മാ വേറെന്ന് പറഞ്ഞിട്ട്. ശരി സാറെങ്കിൽ ഞാനങ്ങനെ നീട്ടാണ്. സുഖമായിട്ടിരിക്കുന്നു. ഓ എന്താ വിശേഷം? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. സാറിന് കാണാൻ കേട്ടോ കണ്ടല്ലോ അല്ലേ? കണ്ട്. ശരി പോട്ടെ. ഈ സോറി അല്ലേ നിന്റെ പ്രശ്നം അല്ലേ? ഈ നാട്ടുകാരോട് മുഴുവൻ പറയേണ്ട കാര്യമുണ്ടോ കനകായ്വക്ക്? നിർത്ത്. ഏത് നാട്ടുകാരോടാ ഞാൻ പോയി പറഞ്ഞത്? ഈടാ നീ കേൾക്കുന്നുണ്ടോ ഇവിടെ പറയുന്നത്? ഞാൻ ഇത്ര നേരം ഞാൻ ഏത് നാട്ടുകാരോട് വിനീതനോട് പറഞ്ഞത് ഇവളാടാ. എന്റെ ദൈവമേ, ഞാൻ ഒരു വിനീതയോടും പോയി പറഞ്ഞിട്ടില്ല. നീയല്ല, അവര് ഗീത ചേച്ചി. നീ ഗീത ചേച്ചിനോട് പറഞ്ഞു. പിന്നെ എന്തിനാടാ ഗീത ചേച്ചിനോട് പറയുന്നത്? നീ അതൊന്ന് പറഞ്ഞു. ഒന്ന് നിർത്താമോ? ഇല്ല, നിർത്തൂല. നിർത്തണം. ഞാൻ പറയാം. കുടുംബശ്രീയുടെ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഗീത ചേച്ചി ഇവിടെ വന്നു. അപ്പൊ ആ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ പെരവാസ്തോലിക്ക് പോയില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല പോയില്ല, ചേച്ചിനെ മാത്രമേ വിളിച്ചോളൂ പറഞ്ഞു. പറഞ്ഞു തങ്കത്തിന് ഞാനിപ്പോ വഴി വെച്ച് ഉണ്ടായിരുന്ന തങ്ക കൊടുത്തിരുന്ന സാരി കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ സാരി എന്റെയാണ്. എനിക്ക് എന്തിനാ അത് അവള് പറഞ്ഞത്? ഇവിടെ എന്റെ എത്ര സാരി കൊടുത്തിട്ടുണ്ടാ ഞാൻ. എന്നിട്ട് ഈ നാട്ടുകാരോട് മുഴുവൻ ആ ലില്ലി അവിടുത്തെ കൂടെ എന്റെ സാരിയാണ്, ലില്ലി അവിടുത്തെ എന്റെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചേച്ചിനെ ചൂണ്ടിയാണോ പറഞ്ഞത്? ആണോ? അല്ല എന്നെ പറ്റി ആണോ പറഞ്ഞത്? ചേച്ചി അത് അവര് വന്ന് ചോദിച്ചപ്പോഴത്തേക്ക്. എന്നിട്ട് ഈ ഗീത എന്ന് പറഞ്ഞവള് ഈ വിനീതനെയും അതിലടുത്തുള്ളവരെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞേക്കണം ഞാൻ ഇവളുടെ സാരി ഉടുത്തോണ്ട് ഉടുത്തൊരുങ്ങി നടക്കുകയാണെന്ന്. ചേച്ചി ഒന്ന് പ്രസംഗം നിർത്താമോ? എനിക്കറിയാം ആ ചേച്ചിയുടെ സ്വഭാവം. ആ ചേച്ചി അങ്ങനെ ഒന്നും പറയത്തില്ല. നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് തോന്നണില്ല അവര് പറയൂന്ന്? നിനക്ക് എന്താ വായിൽ നാക്കില്ലേ? ഹേയ് ഇതെന്ത് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ആങ്ങളെ മേടിച്ച സാരി ഉടുത്ത് കിടക്കാൻ എനിക്ക് ഒരു മോശക്കേടുമില്ല. മോശം പറഞ്ഞ് ചേച്ചി തന്നെ ഈ മോശക്കേട് വിളിച്ചു പോകുന്നത്. ഞാൻ കുടുംബശ്രീയുടെ നീ നോക്കുകയാണെങ്കിൽ മീറ്റിങ്ങിന് ചെന്നപ്പോ ഇവര് ഈ അവള് എല്ലാ പെണ്ണുങ്ങളും കൂടിയിരുന്ന് എന്നെ ഒരുമാതിരി നോട്ടം വന്നിട്ട് പറയുന്ന ഇല്ല പറഞ്ഞത് സാരി തങ്കത്തിന്റെ അല്ലായിരുന്നല്ലേന്ന്. ചെവിക്കും കുഴപ്പമില്ല. ഞാൻ അറിയട്ടെ ഇത് ആരാ പറഞ്ഞു വരുത്തിയെന്ന്. കാര്യം അറിഞ്ഞിട്ട് ഞാനൊരു വരവുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോ. കണ്ടോടാ എന്റെ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് പോണെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ മാറിക്കണ നീ. അവളൊരു സാരിക്കാരി വന്നേക്കുന്നു. ക്ലീറ്റോ എങ്ങാനിത് അറിയണം. ക്ലീറ്റോ അറിയാൻ എന്നെ നാണം കെടുത്തി അറിഞ്ഞ ക്ലീറ്റോ വെറുതിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ചേച്ചിക്ക് എന്നെ വട്ടാണ് ചേച്ചി. എനിക്ക് വട്ട. ഇത് ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ പോലെ അതികുന്തം. അത് തന്നെ അതികുന്തം നിനക്കാടി.